ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം മെയ് 11 നടക്കാൻ പോവുകയാണ് അല്ലേ. ലേറ്റർ ഓൺ സെക്കൻഡ് തേർഡ് സ്റ്റേജസ് ആയിട്ട് ഇതിൻ്റെ എക്സാം നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ മാത്രം നമ്മൾ സ്ട്രോങ് ആക്കിയാൽ പോരാ, വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ബി കാം, പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻറ്റ്. നമ്മൾ ഏതൊരു എക്സാം എഴുതാൻ പോകുമ്പോഴും കാമായിട്ടും കൂളായിട്ടും എഴുതാൻ ശ്രമിക്കുക. നമ്മൾ ഇതുവരെ കുറേയധികം ഭാഗങ്ങൾ പഠിച്ചില്ലല്ലോ എന്നോ അല്ലെങ്കിൽ ഇനി എന്തോരം കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നോ എന്നുള്ള യാതൊരു വറീസും നമ്മളെ ബാധിക്കാൻ പാടില്ല. ഓക്കെ, പോസിറ്റീവായിട്ട് വാട്ട് എവർ ബി ദ ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ആൻസർ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി വേണം എന്ത് ചെയ്യാൻ, എക്സാമിന് ആദ്യം നമ്മൾ കയറാൻ. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കയറുക ആൻഡ് ട്രൈ ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ വിശ്വസിച്ച് അത് എഴുതാൻ ശ്രമിക്കുക. ആൻഡ് ദ സെക്കൻഡ് തിങ് യു ഹാവ് ടു ബി കെയർഫുൾ ഈസ് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി, എസ്പെഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്. അതായത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെയധികം ശ്രദ്ധിച്ച് നോക്കണം. അത് കൂടുതലും നമുക്കതാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു ആൻസറിലേക്ക് എത്താതെ ആ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഹിഡനായിട്ട് കിടക്കുന്നുണ്ടോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ബബ്ലിംഗ് ഷുഡ് ബി ഡൺ കെയർഫുള്ളി. നമ്മൾ രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുന്നതാണെങ്കിലും ശരി, ആൻസേഴ്സ് ബബിൾ ചെയ്യുന്നതും ഒക്കെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം അല്ലേ. മാത്രമല്ല നമ്മൾ ക്വസ്റ്റ്യൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസേഴ്സ് ചെയ്യുമ്പോൾ മാറിപ്പോകാതെ നോക്കണം. ഓപ്ഷൻസ് നമ്മൾ കറക്റ്റ് ആയത് തന്നെയാണോ ബബിൾ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല നീറ്റായിട്ട് ബബിൾ ചെയ്യുക, പകുതിയായിട്ടോ ഒന്നും ചെയ്യാതിരിക്കുക, ഫുള്ളായിട്ട് തന്നെ ബബിൾ ചെയ്യണം. അത് നീറ്റായിട്ട് ചെയ്യുക. ഫോർത്ത് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൈ ടു അറ്റൻഡ് ഓൾമോസ്റ്റ് 70 to 85 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതൊരു മാക്സിമം എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. എല്ലാം ഒരു 90% അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആൻസർ ചെയ്യാം. ഇനി എല്ലാവർക്കും എല്ലാം അറിയണമെന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ടാർഗറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 70ഓളം ചോദ്യങ്ങളെങ്കിലും ചെയ്യാമെന്നുള്ളതാണല്ലോ. കാരണം കട്ട് ഓഫ് ഇതൊക്കെ നോക്കി അല്ലെങ്കിൽ നെഗറ്റീവ്സൊക്കെ എങ്ങാനും ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അതിനനുസരിച്ച് ആ ഒരു ലിമിറ്റിനുള്ളിൽ നിൽക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു എയിം 70 to 85 ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതനുസരിച്ചിരിക്കും അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൈ ടു ഒമിറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അത്രയും ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതൊരു നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് എത്താനേ ചാൻസ് ഉള്ളൂ നമ്മൾ റിസ്ക് എടുത്ത് ആൻസർ ചെയ്താൽ തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്നത് പരമാവധി ഒഴിവാക്കുക. സിക്സ്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൈ ടു അറ്റൻഡ് മോർ ക്വസ്റ്റ്യൻസ് ഫ്രം IT, ഇംഗ്ലീഷ്, മലയാളം ആൻഡ് മാത്സ്. ഇതിപ്പോൾ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറഞ്ഞ സബ്ജക്ട്സിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസാണ് ഇതിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മാർക്കിങ്ങിലേക്ക് ഇതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിരിക്കും. ചിലവർക്ക് വേറെ സബ്ജക്റ്റുകളായിരിക്കും കൂടുതൽ നല്ലോണം അറിയാവുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എനിവേസ് ഈ പറഞ്ഞ സബ്ജക്ട്സിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം, ഒരു അത്യാവശ്യം ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, റീചെക്ക് ദി അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യാതെ മാറ്റി വയ്ക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം ആൻസർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഐഡിയ കിട്ടുന്നുണ്ടോ, ആൻസറിലേക്ക് എത്താൻ പാകത്തിനെന്ന് ശ്രദ്ധയോടുകൂടി നോക്കുക. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ലാസ്റ്റ് ഇതിലേക്കാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് ലോജിക്കലി ഓർ ബൈ യൂസിങ് എലിമിനേഷൻ ടെക്നിക്. നമ്മൾ ഡൗട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലത് മാറ്റി വയ്ക്കും അല്ലേ, അതായത് ലാസ്റ്റ് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം, ലാസ്റ്റ് നമ്മളെല്ലാം നമുക്ക് അറിയാവുന്നതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ലോജിക്കലി അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്ക് വെച്ചിട്ട് നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് ശ്രമിക്കണം. ഓക്കെ, കാരണം ചിലതിൻ്റെയൊക്കെ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ലോജിക്കലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയെങ്കിലും അതിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ആ ഒരു ടെക്നിക്കും അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവർ സ്പെൻഡ് മോർ ടൈം ഓൺ വൺ ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു ക്വസ്റ്റ്യനും വെച്ച് കുറേ നേരം ആലോചിച്ചിരിക്കരുത് അതിൻ്റെ ആൻസർ. എസ്പെഷ്യലി മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, കുറേ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ ഇല്ലാത്ത ഉത്തരത്തിലേക്ക് വരെ നമ്മൾ ചിലപ്പോൾ എത്തും അല്ലേ. അപ്പോൾ കുറേ നേരം നമ്മൾ എന്ത് ചെയ്യരുത്,
ക്വസ്റ്റ്യനിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇരിക്കരുത്. ഒബ്വിയസ്ലി ഓരോ ക്വസ്റ്റ്യനും അതിൻ്റേതായ സമയം എടുക്കും ആൻസറിലേക്ക് എത്താൻ. പക്ഷേ അതിൽ കൂടുതൽ കുറേ നേരം ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് ടൈം കളയാൻ നിൽക്കരുത്. കാരണം ടൈം മാനേജ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആ ഒരു 1.25 മണിക്കൂർ നമ്മുടെ കയ്യിൽ വാച്ചൊന്നും ഇല്ലാതെയല്ലേ നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു അസസ്മെൻറ്റ് ഇടയ്ക്ക് പറയുന്ന ഇൻവിജിലേറ്റേഴ്സ് പറയുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ച് ആ ഒരു ടൈം മാനേജ് ചെയ്ത് തന്നെ ആൻസറിങ് നടത്താൻ ശ്രമിക്കുക. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്താണെന്നറിയോ? ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ് ഓൾറെഡി ഡൺ. അതായത് നമ്മൾ എന്തായാലും എക്സാം കഴിഞ്ഞു, നമ്മൾ നമ്മളുടെ ഒരു ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇറങ്ങുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇത്രയൊന്നും പോരായിരുന്നു എന്നുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷനോട് കൂടി ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യം, എക്സാം എഴുതി കഴിഞ്ഞത് അത് കഴിഞ്ഞതാണ് അല്ലേ. അത് നമ്മളുടെ ആ ഒരു അപ്പോഴത്തെ മൈൻഡിൽ ഓർമ്മ വന്നത് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ലോജിക്കലി തിങ്ക് ചെയ്തതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്തു. അതവിടെ കഴിഞ്ഞു. പിന്നീട് നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അയ്യോ എനിക്ക് അത്രയും ചെയ്യാമായിരുന്നു, എനിക്കറിയാമായിരുന്നു, എനിക്കത് അത്രയും മാർക്ക് കുറഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ നെഗറ്റീവ് തിങ്കിങ് ഒന്നും വേണ്ട, നെഗറ്റീവ് തോട്ട്സ് ബാധിക്കേ വേണ്ട. ഇനി നമ്മൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അല്ലെ. കഴിഞ്ഞത് തന്നെയാണ്. അതെന്താണോ അത് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആ പ്രിപ്പറേഷനും അത്യാവശ്യം ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ പ്രിപ്പറേഷനും നിങ്ങളുടെയൊക്കെ അങ്ങനെ കൃത്യമായി നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ കൂടി പാസ്റ്റ് ഇസ് പാസ്റ്റ്, അത് കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ള ടൈം ആ ഒരു എക്സാമിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാക്സിമം നന്നായി നോക്കാൻ ശ്രമിക്കുക. പറ്റുന്ന പോലെ ഗിവ് യുവർ ബെസ്റ്റ് എന്നുള്ളത് ആ ഒരു ഐഡിയയോട് കൂടി ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും നമുക്ക് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും അയ്യോ ഇതൊക്കെ ഒന്നും നടത്താൻ പറ്റാറില്ല. പക്ഷേ നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു എക്സാമിന് വേണ്ടി എഴുതാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തും അല്ലേ. അപ്പോൾ അങ്ങനെ ചില മോഡിഫിക്കേഷൻസ് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഉണ്ടാകാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എനിവേ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഓൾവേസ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.